സുഹൃത്തുക്കളെ, 2024 ജനുവരി 22 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് വലിയ ആഘോഷത്തോടെ നടന്നു. അതൊരു മതചടങ്ങ് മാത്രമായിരുന്നില്ല. പ്രധാനമന്ത്രിയെ അസാധാരണമായ ഒരു ദിവ്യപ്രതിച്ഛായയിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ മാധ്യമ പ്രദർശനമായിരുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ഞാൻ ജൈവികമായി ജനിച്ച ആളല്ല എന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയും ഈ പ്രതിച്ഛായയെ കൂടുതൽ ശക്തിപ്പെടുത്തി. ആ ചടങ്ങിൽ പ്രധാനമന്ത്രി മുഖ്യപൂജാരിയുടെ സ്ഥാനമായ യജമാനൻ എന്ന നിലയിൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അന്നത്തെ ശ്രീരാമ ജന്മഭൂമി ട്രസ്റ്റ് സെക്രട്ടറി ചമ്പത് റായ് പ്രധാനമന്ത്രിയെ രാജാവെന്നും വിഷ്ണുവിൻ്റെ അവതാരമായി കാണണമെന്നും പറഞ്ഞത് വ്യാപകമായി വാർത്തയായി. ഇത്തരമൊരു പ്രസ്താവന അന്ന് തന്നെ ചില ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തേണ്ടതായിരുന്നു. കോടിക്കണക്കിന് ഭക്തരുടെ സംഭാവനകൾ കൈകാര്യം ചെയ്യുന്ന ട്രസ്റ്റും ഭരണാധികാരികളും തമ്മിൽ അമിതമായ അടുപ്പമുണ്ടാകുന്നത് അഴിമതിക്ക് വഴിയൊരുക്കുമോ എന്ന ആശങ്ക അന്നേ ഉയരേണ്ടതായിരുന്നു. എന്നാൽ മാധ്യമങ്ങളുടെ വലിയൊരു വിഭാഗം ആ ചോദ്യങ്ങൾ ചോദിച്ചില്ല. പകരം സർക്കാർ ഒരുക്കിയ ആഘോഷത്തെ അവർ വൻ പ്രചാരണമായി മാറ്റി. 500 വർഷത്തെ പോരാട്ടത്തിന് ശേഷം ശ്രീരാമൻ്റെ മഹത്തായ തിരിച്ചുവരവ് പോലുള്ള തലക്കെട്ടുകളാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞത്. വിമർശനാത്മകമായ അന്വേഷണത്തിന് പകരം ആഘോഷത്തിൻ്റെ ഭാഗമാകാനാണ് പലരും തയ്യാറായത്. ഇന്ന് ക്ഷേത്രത്തിലെ സംഭാവന പണം ദുരുപയോഗം ചെയ്തെന്ന ഗുരുതരമായ ആരോപണം ഉയരുമ്പോൾ ഒരു പ്രധാന ചോദ്യം ഉയരുന്നു. അന്ന് മാധ്യമങ്ങളിൽ സ്വതന്ത്രമായ അന്വേഷണം നടത്തിയിരുന്നുവെങ്കിൽ ഈ സാമ്പത്തിക ക്രമക്കേടുകൾ ഇത്രയും ദൂരം പോകുമായിരുന്നില്ല. മാധ്യമങ്ങൾ അവരുടെ അന്വേഷണ ഉത്തരവാദിത്തം ഉപേക്ഷിച്ചതോടെ അഴിമതി നടത്തിയവർക്ക് തങ്ങൾ സുരക്ഷിതരാണെന്ന ആത്മവിശ്വാസം ലഭിച്ചിരിക്കാം. പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞതോടെ കഥ അവസാനിച്ചില്ല. യഥാർത്ഥത്തിൽ അപ്പോഴാണ് പരിശോധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയത്. സുപ്രീം കോടതി വിധിക്ക് ശേഷം ട്രസ്റ്റിന് കൈമാറിയ ഭൂമികൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തത്? അത് യഥാർത്ഥത്തിൽ സ്വതന്ത്രമായ സ്ഥാപനമായിരുന്നു. ട്രസ്റ്റിൽ ആർക്കൊക്കെയായിരുന്നു വോട്ടവകാശം? ട്രസ്റ്റിൻ്റെ മുഖമായി മാറിയ അനിൽ മിശ്രയും ചമ്പത് റായിയും അവരുടെ ചുമതലകൾ സുതാര്യമായി നിർവഹിച്ചിരുന്നു. അവർ ചിലർക്ക് പ്രത്യേക പരിഗണന നൽകിയിരുന്നു. ട്രസ്റ്റിൻ്റെ കണക്കുകൾ കൃത്യമായി ഓഡിറ്റ് ചെയ്തിരുന്നു. ഓഡിറ്റ് റിപ്പോർട്ടുകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയിരുന്നു. അതുപോലെ ഭക്തരിൽ നിന്ന് ഒഴുകിയെത്തുന്ന കോടിക്കണക്കിന് രൂപയുടെ സംഭാവനകൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ എന്തെല്ലാം സംവിധാനങ്ങളാണ് ഉണ്ടായിരുന്നത്? CCTV ദൃശ്യങ്ങൾ സംരക്ഷിക്കൽ, ജീവനക്കാർക്ക് പ്രത്യേക യൂണിഫോം, പണമെണ്ണുന്ന കേന്ദ്രങ്ങളിലെ കർശനമായ നിയന്ത്രണം, അകത്തേക്കും പുറത്തേക്കും പോകുന്ന ജീവനക്കാരുടെ പരിശോധന തുടങ്ങി നിരവധി സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ കാലക്രമേണ അവ എന്തുകൊണ്ട് ഫലപ്രദമാകാതെ പോയി എന്ന ചോദ്യത്തിനും മറുപടി ആവശ്യമാണ്. ശരിയായ അന്വേഷണം നടത്തിയിരുന്നുവെങ്കിൽ ക്ഷേത്രത്തിലെ പണത്തിൻ്റെ ഒഴുക്ക് പിന്തുടർന്ന് എന്തോ ഗുരുതരമായ പ്രശ്നം അവിടെ നിലനിന്നിരുന്നു എന്ന് ഒരു മാധ്യമപ്രവർത്തകന് വളരെ നേരത്തെ കണ്ടെത്താൻ കഴിയുമായിരുന്നു. എന്നാൽ മാധ്യമങ്ങളുടെ വലിയൊരു വിഭാഗം ഒന്നുകിൽ അതീവ ഭക്തിഭാവത്തിലോ അല്ലെങ്കിൽ സമ്മർദ്ദത്തിലോ ആയിരുന്നതിനാൽ രാജ്യത്തിന് അതീവ പ്രാധാന്യമുള്ള ഈ വിഷയത്തിൽ ആവശ്യമായ അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വന്നില്ല. പിന്നീട് ക്ഷേത്ര സമുച്ചയത്തിലെ ശൗചാലയത്തിൽ നിന്ന് 2.25 ലക്ഷം രൂപയും ആഭരണങ്ങളും വിദേശ കറൻസിയും കണ്ടെത്തിയതോടെയാണ് സംഭവം വലിയ വിവാദമായത്. പ്രാദേശിക തലത്തിൽ ചില വിവരദായകർ കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നതോടെ മാധ്യമങ്ങളും ഈ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. ജൂൺ മാസത്തോടെ ചില ദേശീയ മാധ്യമങ്ങൾ പോലും ഈ സംഭവത്തിൻ്റെ യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരാൻ മത്സരിക്കുന്ന അവസ്ഥയിലായി. അദാനി ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള NDTV വരെ ഈ സംഭാവനക്കാർ എത്ര വലുതാണ്, മുഴുവൻ കഥ NDTVക്കുണ്ട് എന്ന തലക്കെട്ടോടെ വാർത്തകൾ നൽകാൻ തുടങ്ങി. ഇതെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വളരെ ലളിതമായ ഒരു സത്യമാണ്. ജനാധിപത്യത്തിൽ മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തം അധികാരത്തെ ആഘോഷിക്കുകയല്ല, അധികാരത്തെ ചോദ്യം ചെയ്യുക എന്നതാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാതെ പോയാൽ കോടിക്കണക്കിന് ജനങ്ങളുടെ വിശ്വാസവും സംഭാവനകളും ദുരുപയോഗത്തിന് ഇരയാകാനുള്ള സാധ്യത വർദ്ധിക്കും.